അതിൻ്റെ പാർട്ട് 2 കണ്ടിന്യൂസ് ആണ്. നിങ്ങൾ നമ്മുടെ നാടിനെ ചതിക്കുകയാണ്. ഇല്ലെങ്കിൽ പറയും. അങ്ങനെ നിങ്ങൾ തച്ച് തകർക്കയില്ലേ മലയാളി വിദ്യാസമ്പന്നരെന്ന് പറയുന്ന പൗൾട്രി ഫാമിൽ പഠിച്ച കോഴികളെ ഈ ഒരു സിനിമ. ആ സിനിമ ഞാൻ ഇപ്പോഴും പറയില്ല, ആ സിനിമയിലോട്ട് ഞാൻ പറഞ്ഞുള്ളൂ. അത് എന്തുകൊണ്ടെന്ന് ഞാൻ കാരണം ബാക്കിലോട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെടുത്ത് ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ. നിങ്ങൾക്കൊരു ഒരു സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കൊല്ലരുത്. കാരണം നമ്മളെ നാട്ടിൽ ഒരു സാധനം ഇത് സൗത്ത് ഇന്ത്യയിൽ ഉള്ള ഒരു സൗത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വലിയ ബിസിനസ് വന്നത് ഈ അടുത്ത കാലത്താണ്. ഈ ഒരു സാധനം ലോകം മൊത്തം റിലീസ് ചെയ്ത് 12,500 തിയേറ്ററിലാണ് പടം റിലീസ് ചെയ്തിട്ടുള്ളത്. ലോകം മൊത്തം റിലീസ് ചെയ്ത് 1000, 1200, 1300 കോടി രൂപ കളക്ഷന് നേരെ കുതിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അഭിപ്രായം പറയാം കേട്ടോ. അതിനൊന്നും ഞാൻ എതിരല്ല. ഒരാളുടെ അഭിപ്രായത്തിന് ഞാൻ അങ്ങനെ എതിരല്ല പറയണേ. പക്ഷേ ബിസിനസ് എങ്ങനെ വളരണമെന്ന് അറിയണം. അതായത് ഒരു പ്രോഡക്റ്റ് ആവറേജ് ആണെങ്കിൽ പോലും സായിപ്പ് കൊടുക്കുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. സായിപ്പ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അവരെയല്ലേ പിടിക്കുള്ളൂ. അതുകൊണ്ട് പുറത്തുള്ളവർ ആ മാർക്കറ്റ് സ്ട്രാറ്റജിയിലാണ് നമ്മൾ പല പടങ്ങളും കണ്ട് ഹിറ്റാക്കി കൊടുക്കുന്നത്. നിങ്ങൾ ഈ മാർവലസ് എന്ന് പറഞ്ഞ കുറേ പടം കണ്ടിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ കംപ്ലീറ്റ് ആർട്ടിഫിഷ്യൽ, നിങ്ങൾ ഈ കടഞ്ഞ ടിഷ്യൂം വെടിവയ്പ്പും ഇങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്ത പടമാണ്. സായിപ്പിനത് ഇഷ്ടമാണ്. ഇന്ത്യയിൽ അതെങ്ങനെ ഓടുന്നു? ഇന്ത്യയിൽ നിങ്ങൾ ഭയങ്കര ഇപ്പോൾ ഈ പടം മോശമെന്ന് പറയുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ ഈ സുകുമാർ സംവിധാനം ചെയ്ത ഈ സിനിമ നിങ്ങൾ അങ്ങ് അടിച്ച് തൊള്ളയുണ്ട് മലയാളി മോശമെന്ന് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മാർവലസ് ഇഷ്ടപ്പെടുന്നത്? അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇന്ത്യ ജോൺസ് ഇഷ്ടപ്പെടുന്നത്? അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പിയേഴ്സ് ഓഫ് കരീബിയൻസ് ഇഷ്ടപ്പെടുന്നത്? ടൈറ്റാനിക് ഇഷ്ടപ്പെടണമെന്ന് മനസ്സിലാക്കാം. അതിനകത്തൊരു വല്ലാത്തൊരു ലവ് സ്റ്റോറി ഉണ്ട് അതിനകത്ത്. അല്ലെങ്കിൽ നമ്മളെ ഇവിടുത്തെ പോലെ ഒരു ഡീപ്പ് ബന്ധവും വേറെ ഒരു വല്ലാത്തൊരു ഫാമിലിയും ഒരു ചെറിയ പ്രണയത്തിൻ്റെ ഒരു ആഴമുണ്ട്. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്? അത് സായിപ്പ് കൊടുക്കണം. നല്ല അന്തസ് മാർക്കറ്റിംഗ് ലെവലാണ്. നിങ്ങൾ ഇന്ത്യാന ജോൺസ് പാർട്ട് 1 കാണണം. ആ പടം കംപ്ലീറ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ അന്ധവിശ്വാസങ്ങൾക്കും, അന്ധവിശ്വാസം എന്ന് പറയുന്നത് ആ ഒരു മതത്തിൻ്റെ വിശ്വാസത്തെ അല്ല കേട്ടോ. മതം അതെന്തൊക്കെ ചെയ്യുന്നുണ്ട്, അനാവശ്യ പല കാര്യങ്ങൾക്കും എതിരാണ് ഇന്ത്യ ജോൺസ് ഇന്ത്യയിൽ നിരോധിച്ച ചിത്രമാണ്. അറിയാമോ? പാർട്ട് 1. എന്നിട്ട് ആ സിനിമ ഇന്ത്യയിൽ വീണ്ടും ഇപ്പോൾ റിലീസ് ചെയ്ത് ഇപ്പോൾ എല്ലാവർക്കും എങ്ങനെ അറിയാം? എത്രയോ 10-40 വർഷം വേണ്ട. സായിപ്പ് എങ്ങനെ ആ പടത്തിനൊക്കെ പോസിറ്റീവ് ഇത് കൊടുത്തിട്ട് ക്ലിക്കാക്കി എടുത്ത്. ഞാൻ നിങ്ങൾക്ക് പറയണ മനസ്സിലാവണുണ്ടോ? അതാണ് അവൻ്റെ വ്യൂ. നമുക്കില്ലാത്ത, നമ്മളെ വൃത്തികെട്ട റിവ്യൂസിനില്ലാത്ത, ബുദ്ധിയില്ലാത്ത പൗൾട്രി ഫോമിലെ കോഴികളെ വളർത്തി ഉടനെ ടീച്ചേഴ്സും സ്കൂളിലെ എല്ലാവരും അറിയാനാണ്. നമ്മളും അറിയാൻ തന്നെ, രക്ഷകർത്താക്കളും അറിയാൻ തന്നെയാണ് ഞാൻ പറയണത്. അവരത് മില്യണറും ട്രില്യനും ആക്കി മാറ്റും. ആവറേജിന് എന്ത് ചെയ്യും? അവരതിനെ മാർക്കറ്റ് ചെയ്യും, അവരതിനെ സപ്പോർട്ട് ചെയ്യും, അതിനെ പരമാവധി പുറത്തു കൊണ്ടുവന്ന് ലോകം മൊത്തം ഗ്ലോബലൈസേഷൻ ചെയ്യും. നമ്മൾ ഗ്ലോബലൈസേഷൻ ഒരു സിനിമ നമ്മളൊരു ഗ്ലോബലൈസേഷൻ ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് അറിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കഴിക്കുന്നത്? ഇവിടുത്തെ മലയാളി റിവ്യൂസ് കുറേ എ ഗ്രേഡ് റിവ്യൂസ് ഉണ്ട്. ഭയങ്കര വിദ്യാഭ്യാസമുണ്ട്. CBSE സ്കൂളിൽ പഠിച്ചവന്മാർ, ICSE സ്കൂളിൽ പഠിച്ചവന്മാർ, ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചവരുണ്ട്. ഞാൻ നിങ്ങളുടെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തിൻ്റെ ഗുരുവാണ്? ഞാൻ സങ്കടം കൊണ്ടും വിഷമം കൊണ്ടും ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തിൻ്റെ ഗുരുവാണ്? ഗ്ലോബലൈസേഷനിൽ ഇന്ത്യ എന്നൊരു സിനിമ ലോകം മൊത്തം എടുത്ത് ഒരു 5000 കോടി രൂപ കളക്ഷൻ കൊണ്ടൊന്നും നമുക്ക് വരുമാനമില്ലേ? നമ്മൾ ഗൂഗിൾ പോലെ നമ്മളെവിടെ എന്തെങ്കിലും വളരണ്ടേ? സിനിമാ മേഖലയൊക്കെ ഹോളിവുഡിൻ്റെ മാത്രം കുത്തുകയായിരുന്നാ മതിയാ? അല്ലെങ്കിൽ കുറേ ഇവിടുത്തെ കുറേ ബിനാമി രാഷ്ട്രീയക്കാരൻ്റെ ബിനാമി കുറേ മറ്റേ സ്പർദ്ധയുള്ളവന്മാരുടെ മാത്രം കുത്തുകയായിരുന്ന രാജ്യത്ത് പണം വരണ്ടേ? രാജ്യത്തെ പണം വരണമെങ്കിൽ ഗ്ലോബലൈസേഷൻ വ്യൂവിലുള്ള നല്ല സുകുമാരനെ പോലെയുള്ള സംവിധായകർക്ക് തല വച്ചെടുക്കുന്ന സിനിമകൾ വേണം ഭായി. അതിനെയാണ് നിങ്ങൾ തച്ച് തകർക്കണത് നിസ്സാരം പോലെ. അതിനെ ഞാൻ ഇന്ന് എതിർത്തുകൊണ്ട് ഞാൻ തുടങ്ങിയാണ്. ഞാനതിനെ നാഗശികാന്ത് എതിർക്കുകയാണ്, സങ്കടം കൊണ്ട് എതിർക്കുകയാണ്. നിങ്ങൾക്ക് വെല്ലുവിളിക്കണമെങ്കിൽ വെല്ലുവിളിക്കാം, എന്നെ വന്ന് ചീത്ത വിളിക്കാം. ഞാനത് ഇത്രയും കഥകൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ സിനിമയിലോട്ടെത്തുന്നതിനും ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വേദനയും പുണ്ണാക്കൊന്നും കൊണ്ടൊന്നുമല്ല. നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ പലതും ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ നാടാണ് നശിക്കണമെന്ന് ഓർമ്മിക്കേണ്ടത്. നമ്മളെ നാട്ടിൽ തൊഴിൽ സാധ്യത കുറയണമെന്ന് പറയുന്നത്. ലോകം മൊത്തം നമ്മളെ നാട്ടിൽ വന്ന് പൈസ അവന്മാർ അടിച്ചുകൊണ്ട് പോകുമ്പോൾ പുറത്തുനിന്ന് പൈസ നമ്മുടെ നാട്ടിൽ വരേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വിഷമം കൊണ്ടാണ് ഈ രാത്രി 3-3:30 മണിക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഈ റിവ്യൂ പറയണത്. സിനിമ റിവ്യൂ ഞാൻ ഇന്നുവരെ വന്നിട്ടില്ല, പക്ഷെ ഞാൻ വരെയാണ്. ഞാനിത് കണ്ടിന്യൂസ് ചെയ്യുന്നു. നിങ്ങൾ എവിടെയൊക്കെ തകർക്കോ അവിടെയൊക്കെ ഞാൻ വരും. ഇവിടുത്തെ മലയാളി വലിയ ബുജികളെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന റിവ്യൂസ് ഇല്ലേ, റിവ്യൂ പറയണ കുറേ ചെറ്റകൾ,
അവർ ഈ ഇന്ത്യൻ സിനിമയെ തകർക്കണത്. ഇന്ത്യൻ സിനിമയടക്കം മലയാള സിനിമയടക്കം വല്ലവൻ്റെ നിന്ന് കാശ് വാങ്ങി അല്ലെങ്കിൽ നിനക്കൊക്കെ വായിൽ പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞ് തകർക്കണം. ഗ്ലോബലൈസേഷൻ ചെയ്തൊരു സിനിമ ചെയ്യുമ്പോൾ അതിനെ തകർക്കണതിനെ എതിർക്കാൻ ഞാൻ ഇനി വരും. കാരണം ഇത്രയും ദിവസം ഞാൻ സൈലൻ്റായിട്ട് സിനിമ കണ്ട്. നിങ്ങളുടെ ഈ വൃത്തികേടിനെതിരെ ഞാനിനി പ്രതികരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്നെ എന്തും പറയാം, എനിക്കെതിരെ എന്തും ചെയ്യാം, എനിക്കൊരു പേടിയില്ല. ഞാൻ അതുകൊണ്ട് പറയണം, ഞാൻ ഇന്നൊരു സിനിമ കണ്ടു. മലയാളികളെല്ലാം വെറുത്ത് ഇന്ന് തിയേറ്ററുകൾ ലോകം മൊത്തവും ഇപ്പോൾ തന്നെ ഇന്നത്തെ കളക്ഷൻ അടക്കം നോക്കുമ്പോൾ ഏകദേശം 1300 കോടി രൂപ ഗ്ലോബലൈസേഷനിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ആ കണ്ടന്റ് എന്തോ ആവട്ടെ, പടം 1300 കോടി കളക്ട് ചെയ്ത ആ സിനിമയെ മലയാളി കീറി മുറിച്ച് കൊള്ളില്ല എന്ന് പറയുന്നു. കേരളത്തിലെ തിയേറ്ററുകളിലൊക്കെ ആൾ കുറവാണ്, പൊതുവേ കുറവാണ്. ഒരു 800 പേരടങ്ങുന്ന ഒരു 700-800 പേരടങ്ങുന്ന ഒരു തിയേറ്ററിൽ ആ പടം കാണുന്ന 100-150 പേരാണ്. നമ്മളെ നാട്ടിൽ വരേണ്ട പൈസ അവിടെ തന്നെ ചർക്കുകയാണ് ഇവന്മാരെ വൃത്തികെട്ട റിവ്യൂ. കാരണം ഇവർ എന്തുകൊണ്ടാണ് റിവ്യൂ ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സിനിമ ഞാൻ കണ്ടു കേട്ടോ. നല്ല അഭിമാനത്തോടെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചങ്കുറപ്പോടെ പറയണ ഭായി, നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ ആ സിനിമ കാണണം. ഒരു ഗ്ലോബലൈസേഷൻ ചിന്തയോടുകൂടി ഇന്ത്യയിൽ നിന്നൊരു പണം വാരാൻ ഇറക്കുമ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഇറക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പ്രേക്ഷകരെ, സിംഹക്കുട്ടി പ്രേക്ഷകരോട് ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ ഇഷ്ടത്തിന് സിനിമ ഇറക്കാൻ പറ്റുമോ? എല്ലാവർക്കും ഇഷ്ടപ്പെടണ്ടേ? അങ്ങനെ എല്ലായിടത്തും പടം ഒരുവിധം ഓടി പൈസ പലയിടത്തു നിന്ന് കളക്ട് ചെയ്ത് ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലെ വരുമാനം കൂടൂലേ? ആ രീതിയിലല്ലേ പടം എടുക്കാറുള്ളൂ. ആ രീതിയിലേ സുകുമാർ ഈ സിനിമ ചെയ്തിട്ടുള്ളൂ. അതനുസരിച്ച് ഇയാൾ എന്ത് ചെയ്തു? പുറത്തുനിന്നുള്ള ക്യാമറമാനെ കൊണ്ടുവന്നു, കോസ്റ്റ്യൂം ഡിസൈനർ, ആർട്ട് ഡയറക്ടർ, ഏറ്റവും നല്ല സൗണ്ട് എഞ്ചിനീയറെ കൊണ്ടുവന്നു. എല്ലാം ചെയ്ത് ഏറ്റവും നല്ല ഹാർഡ് വർക്ക് ചെയ്ത നടന്മാർ, പ്ലേ ബാക്കിൽ പോലും അഭിനയിക്കുന്നവരും നന്നായിട്ട് ചെയ്തു. ഇവരൊക്കെ ഇങ്ങനെ നമ്മളിൽ പറയില്ല, ഒരു ചട്ടക്കൂടിൽ നിൽക്കാതെ ഗ്ലോബലൈസേഷൻ വരുമ്പോൾ തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ റൗണ്ട് വരച്ചിട്ട് അകത്ത് നിൽക്കുമ്പോഴത്തേക്കും അതിൽ ലിമിറ്റേഷൻ ഉണ്ട്. ഗ്ലോബലൈസേഷൻ അങ്ങനെയല്ല. നമ്മളൊരു നിശ്ചിത ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൽ നിന്ന് മാറി നമ്മൾ അവിടെ നിന്ന് പൊട്ടിച്ച് പുറത്തു വിടുകയാണ്. അപ്പോൾ ഇതിങ്ങനെ വലിയ സർക്കിളിലോട്ട് വലിയും. അപ്പോൾ ഇവിടെ ഉള്ള എല്ലാവരും കാണും. നമ്മളെ നിന്ന് പൈസ പിടിങ്ങി അവൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് നമ്മൾ അവിടെ നിന്നൊക്കെ കളക്ഷൻ എടുത്ത് നമ്മൾ ഇന്ത്യയിലോട്ട് കാശ് വരുന്നു. ആ ഒരു നിലയിലോട്ട് സിനിമ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ ഒരു സിനിമ, അങ്ങനെ നിങ്ങൾ ഇത്രയും ഡീഗ്രേഡ് ചെയ്തോട്ട് ഈ പടം പോയി കണ്ടപ്പോൾ എനിക്ക് വളരെ പോസിറ്റീവായി തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ റിവ്യൂ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. ഈ രാത്രി വെളുപ്പാങ്കാലം 3 മണിക്ക് ചെന്ന് കിടന്ന് ഉറങ്ങേണ്ടതാണ്. അല്ലെങ്കിൽ തന്നെ ധാരാളം പ്രശ്നങ്ങൾ ലൈഫിലുണ്ട്. താങ്ങാൻ പറ്റാത്തതിനപ്പുറം നിൽക്കുന്നതിനിടയിലാണ് ഈ ഒരു പടത്തിന് പോയത്. എനിക്കതിൻ്റെ സങ്കടമുണ്ട്, എനിക്കതിൻ്റെ വിഷമമുണ്ട്. നിങ്ങൾ ഇന്ത്യൻ സിനിമയെയോ ഇന്ത്യയിലെ വ്യവസായങ്ങളെയോ ഗവൺമെൻറ് ജോലി ഉണ്ടാക്കി വച്ച് അവിടെ മേശപ്പുറത്തിരുന്ന് ഒപ്പിടണവൻ്റെ കഥയല്ല ഞാൻ പറയണത്. അതിൽ നല്ല മനുഷ്യരുണ്ട്, അവരുടെ കാര്യമല്ല പറയണത്. ഇന്ത്യയിൽ വ്യവസായം എന്ന് പറയുന്നത് സിനിമ മാത്രമല്ല, അഗ്രികൾച്ചർ ഉണ്ട്, ഫാക്ടറികളുണ്ട്. ഇതിലൊക്കെ നമ്മളെ നാടിന് അടിസ്ഥാന രീതിയിൽ ഇവിടെ നിന്ന് പ്രൊഡക്ഷൻ ചെയ്ത് പുറത്തു പോകണ്ടായി. നമ്മുടെ സയൻസ് ഫീൽഡുണ്ട്, പുറത്തു പോയിട്ടൊന്ന് അവിടെ വിറ്റ് കാശ് ധാരാളം ഇന്ത്യയിലോട്ട് വന്നാലേ നമ്മൾ സമ്പന്നരാവുള്ളൂ, നമ്മൾ ഒരു വിഹിതം കൂടുള്ളൂ. അപ്പോൾ അതുകൊണ്ടുള്ളൊരു വിഷമം കൊണ്ട് പറയണതാണ്. ആ വിഷമം കൊണ്ട് ഗ്ലോബലൈസേഷൻ ചെയ്ത ഈ സിനിമ നിങ്ങൾ ഡീഗ്രേഡ് ചെയ്യുകയും മലയാളി വേറെ ആരുമല്ല, പ്രബുദ്ധരായ മലയാളി ഡീഗ്രേഡ് ചെയ്യുകയും വിദ്യാസമ്പന്നരായ മലയാളി ഡീഗ്രേഡ് ചെയ്യുക. ആ സിനിമ ഞാനിന്ന് കാണുകയും ചെയ്യപ്പോൾ എനിക്കുണ്ടായ വിഷമം ആദ്യം ഞാനിതാ അലക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ റിവ്യൂ ചെയ്ത എല്ലാവരെയും ഞാൻ വെല്ലുവിളിക്കണം. ഈ സിനിമയ്ക്കെതിരെ റിവ്യൂ ചെയ്ത ഓരോരുത്തരെയും ഞാൻ ഇന്ന് വെല്ലുവിളിക്കുകയാണ്. ചങ്കുറപ്പുള്ളവന് എൻ്റെ ഈ ഓരോ എപ്പിസോഡിന് ഇപ്പോൾ ഞാനിത് 1 കഴിഞ്ഞു, രണ്ടാമത്തെ ചെയ്യണം. കാരണം മൊബൈലിൽ 15-20 മിനിറ്റൊക്കെ നിൽക്കുകയുള്ളൂ. എൻ്റെ ലോക്കൽ മൊബൈലാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ സാഹചര്യം മനസ്സിലാവും. 20 മിനിറ്റ് ആകുമ്പോൾ ഓട്ടോ കട്ടാവും. ഈ രണ്ടാമത്തെ എപ്പിസോഡ് പോലെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ എപ്പിസോഡിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെയൊക്കെ. ഈ ചിത്രം മോശമെന്ന് പറഞ്ഞ, ഈ ചിത്രത്തിന് നെഗറ്റീവ് റിവ്യൂ കൊടുത്ത, ഗ്ലോബലൈസേഷൻ ചെയ്ത് ഓടേണ്ട, ഇന്ത്യയിൽ ഒരു 3000 കോടി രൂപയെങ്കിലും വരുമാനം വരേണ്ട സിനിമയെ നിങ്ങൾ റിവ്യൂ, കാരണം ഇവിടെ ഇരുന്ന് ഞാൻ ഒരു റിവ്യൂ പറയുമ്പോൾ ലോകം മൊത്തവും കാണും. അങ്ങനെ നിങ്ങൾ നമ്മളെ കളക്ഷനെ കുറപ്പിച്ച എല്ലാവരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആ സിനിമയുടെ
ഓരോ അണിയറ ശില്പികളെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഗ്ലോബലൈസേഷൻ രീതിയിലൊരു സിനിമ ചെയ്ത് സൗത്ത് ഇന്ത്യ എന്നല്ല ഇന്ത്യ, അങ്ങനെയാണ് ഞാൻ പറയാം. നമ്മൾ സൗത്തും നോർത്തൊന്നും ഇല്ല, നമ്മൾ ഇന്ത്യക്കാരാണ്. കേരളവും തമിഴ്നാടും കർണാടക ആന്ധ്രയും യു പിയും ജമ്മു കാശ്മീരും അങ്ങനെയൊന്നും ഇല്ല ഭായ്. നമ്മൾ ഇന്ത്യക്കാരാണ്. എല്ലാവരും നമ്മളെ പണം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. തിരിച്ചു വരട്ടെ പണം, കൊണ്ടുവരാൻ പറ്റണ കൊണ്ടുവരട്ടെ. മിടുക്കരായ പിള്ളേർ ഇവിടെ ഇല്ലേ? ഇവരെ പോലെ കുറേ പേരില്ലേ? ഇതിൽ അഭിനയിച്ച എല്ലാവരെയും, അതാണ് ഞാൻ പറയുന്നത്. ഒന്നാമത് ഞാൻ എല്ലാവരെയും പേര് പറഞ്ഞു. പിന്നെ ഒപ്പം തന്നെ ഇതിൽ അഭിനയിച്ച അല്ലു അർജുൻ, രശ്മിക മന്ദാന, അതിലഭിനയിച്ച വില്ലന്മാർ, മറ്റെല്ലാവർക്കും അവരൊക്കെ പൈസയ്ക്ക് അഭിനയിച്ചതാണ്. പക്ഷേ അല്ലു അർജുനെ പോലുള്ളവർ എടുത്തിരിക്കുന്ന എഫക്റ്റ്, അതിൻ്റെ ഗ്ലോബലൈസേഷൻ ഇവർക്കൂടെ മനസ്സിലാവണം. ഞാനൊരു വർക്ക് പ്ലാൻ ചെയ്താലും എൻ്റെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റേക്കും എല്ലാവർക്കും മനസ്സിലാവണം ഞാൻ ഇങ്ങനെ ഒരു വൈഡ് പരിപാടിയാണ് ചെയ്യണതെന്ന്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ സഹകരിച്ചാൽ മാത്രമാണ് അത് ചിത്രീകരിച്ചോ അല്ലെങ്കിൽ പൂർണ്ണമാക്കി ഒരു പ്രോഡക്റ്റ് ആക്കാൻ പറ്റും. ഈ പ്രോഡക്റ്റിനെയാണ് ഗ്ലോബലൈസേഷനിലോട്ട് നമ്മൾ തുറന്നു വിടുന്നത് 12,500 തിയേറ്ററിലോട്ട്. അപ്പം അല്ല, കേരളത്തിൽ 500 തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോൾ പടം ഇഷ്ടപ്പെടാത്തവർക്കാണ് പ്രശ്നം. 12,500 തിയേറ്റർ റിലീസായി, 500, ബാക്കി 12,000 തിയേറ്ററിലും പടം ഓടണം, ക്ലച്ച് പിടിച്ചോടണം. എന്നിട്ട് നിങ്ങൾക്ക് എന്തിൻ്റെ ഗുരുവാണ്? നിങ്ങൾ എതിർക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഓക്കെ, പക്ഷേ നിങ്ങളൊരു ഗ്ലോബലൈസേഷൻ ചെയ്ത പടത്തിന് താറടിച്ച് കാണിക്കരുത്. എക്സലൻറ്റ് രീതിയിൽ ഇനി സിനിമയുടെ പേരൊക്കെ ഞാൻ പറയാം അടുത്ത് പറയാം. കാരണം അങ്ങനെ വന്ന ഒരു ചിത്രത്തിനെ ഡീഗ്രേഡ് ചെയ്തത് മലയാളികളായതുകൊണ്ട് വിഷമം തോന്നി. കാരണം മലയാളീസ് ഇവിടെ നിന്ന് ഡീഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്കും പൊതുവേ അത് ക്ലച്ച് പിടിക്കുകയാണ് പതിവ്. പക്ഷേ എന്തായാലും ക്ലച്ച് പിടിച്ചില്ല കേട്ടോ. കാരണം ആൾക്കാർക്കൊക്കെ ബോധം വന്നു തുടങ്ങി. നമ്മൾ മലയാളി എന്ന് പറഞ്ഞാൽ പൗൾട്രി ഫാമിലെ കോഴികളെ പോലെ പിള്ളേരെ പഠിപ്പിച്ച് ജോലി വാങ്ങണവരെ നിങ്ങൾക്കിതൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഡീഗ്രേഡ്. പക്ഷേ ഞാൻ പറഞ്ഞു, ഗ്ലോബലൈസേഷൻ രീതിയിൽ ചെയ്തെടുത്ത ഈ സിനിമ നമ്മൾ ഓരോരുത്തരും തിയേറ്ററിൽ പോയി കാണേണ്ടതാണ്. കാരണം തിയേറ്ററിൽ നിന്ന് തന്നെ ഈ സിനിമ കണ്ടാലേ ഇതിൻ്റെ ഫീല് മനസ്സിലാവുള്ളൂ. ഒന്ന്. രണ്ടാമത്, ഇത് എങ്ങനെയാണ് ഇതൊക്കെ ഗ്ലോബലൈസേഷൻ രീതിയിലൊരു സിനിമ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് ഇങ്ങനെ ഗ്ലോബലൈസേഷൻ ചെയ്ത് നിങ്ങളതിലൊരു ഉള്ളത് ചിലപ്പോൾ ഒരു ചെറിയൊരു മേക്കപ്പ് ചെയ്യണ ഒരു ചെറിയ സാധനമായിരിക്കും വീട്ടിലുള്ളത്, നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചായിരിക്കും. പക്ഷേ നിങ്ങൾ പഞ്ചായത്തിൽ വിറ്റിട്ട് കാര്യമില്ല, ഇച്ചിരി പൈസയേ വരുള്ളൂ. നിങ്ങൾ ജില്ലാ ഡിവിഷനിലോട്ട് വിൽക്കും, കുറച്ചുകൂടെ കാശ് വരും. സ്റ്റേറ്റിൽ വിൽക്കും, കുറച്ചുകൂടെ വരും. ഇന്ത്യ മൊത്തം വിൽക്കും, കുറച്ചുകൂടെ വരും. പക്ഷെ വലിയ പൈസ ആവണമെങ്കിൽ ഗ്ലോബലൈസേഷൻ വേണം. അപ്പോൾ നിങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാവണം, നിങ്ങളെ മൈൻഡ് മാറണം, അപ്പോഴാണ് ഇതെല്ലാം മാറുള്ളൂ. മനസ്സിലായോ? അങ്ങനെ മൈൻഡ് മാറി ഇന്ത്യൻ സിനിമയെ ലോകം മൊത്തവും വ്യാപിക്കാൻ കണക്കാക്കി ചിത്രങ്ങൾ ഒരുക്കുന്ന മിടുക്കരായ സംവിധായകർ, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ചെറുപ്പക്കാർ, നല്ല പിള്ളേരുണ്ട്. പുതിയ തലമുറയിലെ പിള്ളേരാണ് ഇതിനകത്ത് അധികം വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ കുട്ടികൾക്കെല്ലാം തന്നെ പ്രചോദനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഡീഗ്രേഡ് ചെയ്ത് ഇതിനെ സംസാരിച്ച എല്ലാവരെയും ഞാൻ എതിർത്തുകൊണ്ട് ഞാൻ പറയണു, ഈ ചിത്രത്തിൻ്റെ പേര് ഞാൻ പറയണു പുഷ്പ ടു ദ റൂൾസ്. പുഷ്പ ടു ദ റൂൾസ്. പുഷ്പ പാർട്ട് 1 എക്സലൻറ്റ് ഫിലിം എന്ന് പറയേണ്ടി വരും. പാർട്ട് 1 എന്ന് പറയുന്നത് സിനിമയ്ക്ക് വേണ്ടി മാത്രം ചെയ്ത ഒരു പ്രോജക്റ്റാണ്. ഇതങ്ങനെയല്ല, ഗ്ലോബലൈസേഷനിൽ യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാണിച്ച എക്സലൻറ്റ് പടം. എക്സലൻ്റ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, 3 മണിക്കൂറും 22 മിനിറ്റും തലയ്ക്ക് ബോധമുള്ളവന് എന്നിങ്ങനെയാണ് സുകുമാർ ഈ ചിത്രം അണിയിച്ചൊരുക്കിയത്. ഇതിനു വേണ്ടി എന്ത് രീതിയിലാണ് അല്ലു അർജുൻ എടുത്ത എഫക്റ്റ്, അതിൻ്റെ അണിയറ ശില്പികൾ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ 3.25 കോടി വരുന്ന കേരള സമൂഹത്തിലെ 10, 20, 30 ലക്ഷം പ്രേക്ഷകരെ കണ്ടിട്ടല്ല. എന്നിട്ട് പോലും അതിൻ്റെ കഥ ഞാൻ ബാക്കിൽ നിന്ന് വരാം. പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സിനിമ. എന്നിട്ട് അങ്ങനെ ഉദ്ദേശിച്ചെടുത്ത പടമല്ല, അത് ഗ്ലോബലൈസേഷന് വേണ്ടി ചിന്തിച്ച് വൈഡായിട്ട് ചിന്തിക്കുന്ന പുതിയ തലമുറയിലെ ഒപ്പം സപ്പോർട്ട് ചെയ്യണ എല്ലാവരെയും. പുഷ്പ 2 എന്ന് പറയുന്ന സിനിമ പുഷ്പ പാർട്ട് 1 100 മടങ്ങ് ക്വാളിറ്റി ഉള്ളതും എക്സലൻറ്റ് ഫിലിമുമാണ്. നിങ്ങൾ പ്രേക്ഷകർക്ക് ഞാൻ പറയുന്നു, നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം. തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ്. ഒരു കാരണവശാൽ ഈ പലവരും പറയുന്ന റിവ്യൂ കേട്ടുകൊണ്ട് നിങ്ങൾ ബാക്കിലിരിക്കരുത്. കാരണം ഇത് ഗ്ലോബലൈസേഷൻ്റെ ലോകമാണ്. നമ്മളെ ചിത്രങ്ങൾ ലോകം മൊത്തം വിജയിക്കുമ്പോൾ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
ടോട്ടാലിറ്റിയിൽ അത് നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് പിന്നെ മനസ്സിലാവും. നമ്മളെ നാട്ടിലും എല്ലാം കുറേ പറ്റൂല. നമ്മളെ നാട്ടിലും എല്ലാം ചിത്രീകരിച്ച് എല്ലാം ചെയ്യട്ടെ, പ്രോഡക്റ്റുകളെല്ലാം ഉണ്ടാക്കി വിദേശത്തൊക്കെ വിൽക്കട്ടെ, വിറ്റിട്ട് പണം നമ്മളെ നാട്ടിൽ വരട്ടെ, നമ്മളെ പിള്ളേർ സൂഹിക്കട്ടെ. അതിനുവേണ്ടി മാത്രമല്ല കേട്ടോ, ക്വാളിറ്റിയും ഉണ്ട്. നല്ല എക്സലൻറ്റ് ഫിലിമാണ്, നിങ്ങളെല്ലാവരും കാണണം. എൻ്റെ പാർട്ട് 3യിൽ അതാ ഞാനത് വരെയാണ് അടുത്ത ഉടനെ പാർട്ട് 3, പാർട്ട് 1, പാർട്ട് 2 ആണ് ചെയ്യണത്. പാർട്ട് 3യിൽ ഇതാ ഞാൻ പുഷ്പയുടെ വിവരണം കണ്ടിന്യൂ ചെയ്യണതാണ്. പ്രിയ പ്രേക്ഷകരെ, ഞാൻ പറയണു, പുഷ്പ 1-നെക്കാളും എക്സലൻറ്റ് ഫിലിമാണ് പുഷ്പ 2. അതിൻ്റെത് വിശദം അത് നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കണമെന്നില്ല, കാരണം മലയാളി എനിക്കൊന്നും പറയാനില്ല. പിന്നെ അതിൻ്റെ വിവരണം എന്തെന്നുള്ളത് എൻ്റെ പാർട്ട് 3 അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സൈനിങ് ഓഫ്, പാർട്ട് 2, നൊബക് സോളോ.